വാർത്തകൾ തുടരുന്നു. തൃശൂരിലെ ഓട്ടോ ഡ്രൈവർമാരോടൊപ്പം സൗഹൃദം പങ്കിട്ട് സുരേഷ് ഗോപി. SG കോഫി ടൈം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഓട്ടോ ഡ്രൈവർമാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ജനങ്ങളുടെ അഭിപ്രായങ്ങളും തൃശൂരിന്റെ വികസനവും പരിപാടിയിൽ സായാഹ്ന ചർച്ചയായി. തൃശൂർ നടുവിലായിൽ വൈകിട്ട് സംഘടിപ്പിച്ച പരിപാടിയാണ് താരം ഓട്ടോ ഡ്രൈവർമാരുമായി സൗഹൃദം പങ്കിട്ടത്. സുരേഷ് ഗോപിയുടെ വിജയത്തിനായി നേരത്തെ തന്നെ തൃശൂരിലെ ഓട്ടോ ഡ്രൈവർമാർ പ്രചരണം തുടങ്ങിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിഷയങ്ങൾ മനസ്സിലാക്കുക, സഹായമെത്തിക്കുക എന്നുള്ളതല്ല, സമൂഹത്തിൻ്റെ ജീവിതത്തിൽ ദുസ്സഹമായ വിഷയങ്ങളിലെല്ലാം ഇടപെട്ട് അത് സഹിക്കാവുന്ന തരത്തിലെങ്കിലും ആക്കി മാറ്റുക എന്ന് പറയുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അഭിപ്രായ ക്രോഡീകരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കേട്ട രണ്ട് വിഷയങ്ങൾക്കും വളരെ എളുപ്പത്തിലല്ല, പക്ഷേ വളരെ വേഗത്തിൽ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടും പരിഗണനയിലുണ്ടാവും എന്ന് മാത്രം അറിയിക്കുന്നു. പൊതുജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ഇടപെടുന്നവർ എന്ന നിലയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് വികസനത്തെക്കുറിച്ച് ഏറെ പറയാനുണ്ടാകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പരിപാടിയിൽ തൃശൂരിന്റെ വികസനത്തെക്കുറിച്ചായിരുന്നു ചർച്ച. ഭാവിയുടെ 25 വർഷം സ്വപ്നം കാണും വിധമാകണം വികസന ചിന്തകളെന്നും തൃശൂരിന് ഒരു ജനകീയ മാസ്റ്റർ പ്ലാൻ അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SG കോഫി ടൈമിൽ ജനങ്ങളുടെ നിരവധി ആശങ്കകളും വികസന കാഴ്ചപ്പാടുകളുമാണ് താരത്തോടൊപ്പം പങ്കുവച്ചത്. പരിപാടിയിൽ BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, BJP ദേശീയ സമിതി അംഗം MS സമ്പൂർണ, BJP നേതാക്കളായ രഘുനാഥ് സി മേനോൻ, വിപിൻ കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. കയ്പമംഗലം നിയോജക മണ്ഡലം നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം കയ്പമംഗലം പഞ്ചായത്ത് തല ഐക്യദീപമാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് സംഘാടക സമിതിയും മത്സ്യത്തൊഴിലാളികളും ചേർന്നാണ് ഐക്യദീപമാല സംഘടിപ്പിച്ചത്. കയ്പമംഗലം കമ്പനിക്കടവ് കടപ്പുറത്ത് നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ചീഫ് സെക്രട്ടറി മുതലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും അതിലുണ്ടാവും. നേരത്തെ മുഖ്യമന്ത്രി മന്ത്രിമാരുടെ കാര്യമൊക്കെ ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് മന്ത്രിമാരെല്ലാവരും ഉദ്യോഗസ്ഥ തലത്തിലുള്ള എല്ലാവരും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു 10,000-ന് മേലെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഐതിഹാസികമായ ഒരു പരിപാടിയായി നവകേരള സദസ്സ് മാറും. അതിലെല്ലാവർക്കും ആ പ്രദേശങ്ങളുടെ വിഷയം സംബന്ധിച്ചുള്ള അപേക്ഷ നൽകാനുള്ള ഒക്കെ അവസരമുണ്ട്. നമ്മത് ചെയ്യും. ഇവിടെ നേരത്തെ തീരദേശ സദസ്സ് എന്ന് പറയും, നമ്മൾ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ മാത്രം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരെണ്ണം നടത്തി. അതുപോലെ മലയോര സദസ്സ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ള നടത്തി. ജില്ലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും അവിടുത്തെ മന്ത്രിമാരും ജില്ലാ കളക്ടറുമുള്ള 3ാമത്തെ യോഗം നടത്തി. 4ാമതാണ് നവകേരള സദസ്സ് എന്ന് പറയുന്ന പരിപാടി. ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഓരോ ഘട്ടം വരുമ്പോൾ കുറച്ചു കൊണ്ടുവരണം എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. സംഘാടക സമിതി ചെയർപേഴ്സൺ ദേവിക ദാസൻ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ TV സുരേഷ് ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ മിനി അരയങ്ങാട്ടിൽ, റസീന ഷാഹുൽ ഹമീദ, MS സുജിത, PH അബ്ദുള്ള, ജയന്തി, പ്രജീന റഫീഖ്, മത്സ്യത്തൊഴിലാളി നേതാക്കളായ KM വിജയൻ, KK മനോജ്, KK പ്രതാപൻ, കോർഡിനേറ്റർ ദിനകരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയമായ വിദ്യാഭ്യാസം കൂടി നേടിയെടുത്താലേ ജീവിത വിജയം കൈവരിക്കാനാവുകയുള്ളൂവെന്ന് എഴുത്തുകാരൻ ബാപ്പു വലപ്പാട്. മദ്രസ വിദ്യാർത്ഥികൾ എല്ലാം കൊണ്ടും അള്ളാഹുവിന്റെ ഭാഗ്യം സിദ്ധിച്ച മക്കളാണ്. കാരണം അതായത് ഭൗതികമായും ആത്മീയമായും വിദ്യാഭ്യാസം അവർക്ക് ആവശ്യമാണ്.
പക്ഷേ ആത്മീയമായ വിദ്യാഭ്യാസം ഇന്നക്കും നാളേക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ട, നാളെയെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ പോകേണ്ട ഒന്നാണ് ആത്മീയമായ വിദ്യാഭ്യാസം. അതുകൊണ്ട് ആത്മീയ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന മദ്രസയിലെ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഭാവി നിശ്ചയിക്കേണ്ട അവസരം അല്ലെങ്കിൽ സമയം മദ്രസയിലൂടെ വിദ്യാഭ്യാസം നേടുമ്പോഴാണ്. കാരണം ഞാൻ ആരായിത്തീരണം, എന്തായിത്തീരണം. പക്ഷെ എന്തായിരുന്നാലും നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുക, അവരെ ഒരു വാക്കിന് പോലും അവരെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കേണ്ട നിലയ്ക്ക് അവരുമായിട്ട് ബാപ്പയും ഉമ്മയും ആ ബന്ധം അത് നിങ്ങൾ ഒരു കാരണവശാലും. SJM കയ്പമംഗലം റേഞ്ച് സംഘടിപ്പിച്ച മദ്രസ കലോത്സവത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ബാപ്പു വലപ്പാട്. SJM കയ്പമംഗലം റേഞ്ച് പ്രസിഡന്റ് ജാബിർ ഹാദി സഖാഫി അധ്യക്ഷനായി. സെക്രട്ടറി നാസർ സഖാഫി, PC മുഹമ്മദ് മുസ്ലിയാർ, മുഹമ്മദ് കുട്ടി ബാഗവി, ഷാനവാസ് നയീമി, ഇസ്മായിൽ അഷ്റഫി, ഷെരീഫ് അഹ്സനി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വിസ്മയതീരം പാർക്കിന്റെ 1ാം ഘട്ടം പൂർത്തിയാക്കി തുറന്നുകൊടുത്തു. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിൽ ബൈക്ക് അപകടത്തിൽ മരിച്ച യുവാവിന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റ് സംഘടിപ്പിച്ച CPT ഉത്സവ് 2023 സമാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.